ആഫ്രിക്കൻ ആനകൾ ലോക്സഡോൺട്ട എന്ന ഗണത്തിൽപ്പെട്ട ആനകളുടെ ഇനങ്ങളുടെ 2 വംശത്തിലൊന്നാണ് ആഫ്രിക്കൻ ആന. എലഫാന്റിഡേ എന്ന വിഭാഗത്തിൽ ഇന്നുള്ളവയിൽ ഒന്നുമാണ് ആഫ്രിക്കൻ ആനകൾ. ഈ ഗണത്തിനു ഈ പേര് നൽകിയത് 1825-ൽ ജോർജസ് കുവിയറാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം ലോക്സഡോൺട്ട എന്നാണ് ഈ ഗണത്തിനെ വിളിച്ചത്. പേരറിയാത്ത ഏതോരു ലേഖകനാണ് റോമൻ അക്ഷരങ്ങളിലേക്ക് പേരു മാറ്റുന്നതിനിടെ ഈ പേര് ലോക്സഡോൺട്ട എന്നാക്കി മാറ്റിയത്. ആഫ്രിക്കൻ ആനയെക്കുറിച്ചുള്ള ആദ്യത്തെ ശാസ്ത്രീയ വിവരണം 1797-ൽ ജോഹാൻ ഫ്രീഡ്രിക് ബ്ലൂമെൻബാക്ക് എഴുതിയതാണ്. അദ്ദേഹം എലിഫാസ് ആഫ്രിക്കാനസ് എന്ന ശാസ്ത്രീയ നാമം നിർദ്ദേശിച്ചു. 1825-ൽ ഫ്രെഡറിക് കുവിയർ ആഫ്രിക്കൻ ആനയ്ക്ക് ലോക്സഡോൺട്ടെ എന്ന പൊതുനാമം നിർദ്ദേശിച്ചു. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ഈ രചയിതാവിനെ അധികാരിയായി അംഗീകരിച്ചു. എലഫാസ് സൈക്ലോട്ടസ് 1900-ൽ പോൾ മാറ്റ്ഷി നിർദ്ദേശിച്ചു. കാമറൂണിൽ നിന്നുള്ള 3 ആഫ്രിക്കൻ ആനകളുടെ ജന്തുശാസ്ത്ര മാതൃകകളെ അദ്ദേഹം വിവരിച്ചു. അവയുടെ തലയോട്ടികൾ ആഫ്രിക്കയിലെ മറ്റിടങ്ങളിൽ ശേഖരിച്ച ആനകളുടെ തലയോട്ടികളിൽ നിന്ന് ആകൃതിയിൽ വ്യത്യാസപ്പെട്ടിരുന്നു. 1936-ൽ ഗ്ലോവർ മോറിൽ ആലൻ ഈ ആനയെ ഒരു പ്രത്യേക ഇനമായി കണക്കാക്കുകയും അതിനെ വന ആന എന്ന് വിളിക്കുകയും ചെയ്തു. പിൽക്കാല എഴുത്തുകാർ ഇതിനെ ഒരു ഉപജാതിയായി കണക്കാക്കി. അതിനുശേഷം രൂപാന്തരപരവും ജനിതകവുമായ വിശകലനങ്ങൾ ആഫ്രിക്കൻ ബുഷ് ആനയും ആഫ്രിക്കൻ വന ആനയും തമ്മിലുള്ള സ്പീഷീസ് ലെവൽ വ്യത്യാസങ്ങൾക്ക് തെളിവുകൾ നൽകിയിട്ടുണ്ട്. 1907-ൽ റിച്ചാർഡ് ലിഡെക്കർ ചെവികളുടെ വ്യത്യസ്ത വലുപ്പങ്ങളെയും ആകൃതികളെയും അടിസ്ഥാനമാക്കി 6 ആഫ്രിക്കൻ ആന ഉപജാതികളെ നിർദ്ദേശിച്ചു. അവയെല്ലാം ആഫ്രിക്കൻ ബുഷ് ആനയുടെ പര്യായമായി കണക്കാക്കപ്പെടുന്നു.